കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാരെ വിടുവിക്കുന്ന ആ ദിവസം, ആ മാസമായിരിക്കണം അവരുടെ വർഷത്തിലെ ആദ്യത്തെ മാസം. നമ്മുടെ വേൾഡ് കലണ്ടറിലെ മാസം ഇന്ന് ജനുവരിയാണ് വർഷത്തിൻ്റെ ആദ്യത്തെ മാസം തുടങ്ങുന്നതെങ്കിൽ യഹൂദന്മാരെ വിടുവിക്കാനായി എടുത്ത ദിവസം അബീബ് മാസം 14-ാം തീയതി ആയപ്പോഴാണ് 430 വർഷം യഹൂദന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞത്. 430 വർഷം തികയാൻ കറക്റ്റ് പൂർത്തിയാകുന്ന ദിവസമാണ് അബീബ് മാസം 14-ാം തീയതി. അതുകൊണ്ട് യഹൂദന്മാരുടെ മത കലണ്ടറിൽ അബീബ് മാസമാണ് അവരുടെ വർഷത്തിലെ ആദ്യത്തെ മാസം. അബീബ് മാസം 14-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസം ഓരോ വീടിനും അവർക്ക് പാകത്തിന് ഭക്ഷിക്കാൻ, വേസ്റ്റ് വരാത്ത രീതിയിൽ ഭക്ഷിക്കാൻ പാകത്തിന് അവർ ആടുകളെ ക്രമീകരിച്ച് ആ രാത്രിയിൽ ദൈവം അവരെ വിടുവിക്കുന്ന രാത്രിയാണ് 14-ാമത്തെ ദിവസം. അതായത് 430 പൂർത്തിയാകുന്ന ദിവസം. എന്താണ് ദൈവം 430-ാമത്തെ ദിവസം പൂർത്തിയായപ്പോൾ അവരെ രക്ഷിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അബ്രാം ദൈവത്തിന് പക്ഷികളെയും മൃഗങ്ങളെയും ദഹനബലിയായി സമർപ്പിച്ചപ്പോൾ അല്പം കഴിഞ്ഞ് അബ്രാം ഉറക്കം വന്നു. അബ്രാം ഗാഢനിദ്രയിലായപ്പോൾ പെട്ടെന്ന് ഒരു അന്ധകാരം വ്യാപരിച്ചു. ദർശനത്തിൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഈ അന്ധകാരത്തിന് ഒരു അടയാളമുണ്ട്, ഒരർത്ഥമുണ്ട്. നിന്റെ മക്കൾ 400 കൊല്ലത്തോളം കാലം ഇതാ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ദാസ്യവേല എടുക്കും. 400 കൊല്ലം കഴിയുമ്പോൾ, അതായത് അവരുടെ 4-ാം തലമുറ പൂർത്തിയാകുന്ന വർഷം, ഞാൻ അവരെ കൂടുതൽ സമ്പത്തോടുകൂടി ഞാൻ തിരിച്ചു കൊണ്ടുവരും. എന്തിനാണ് കർത്താവ് 400 വർഷം അവരെ അവിടെ ഇട്ടത്? അമോര്യർ സാത്താൻ അടിമപ്പെട്ട് സാത്താൻ്റെ ഇംഗിതമനുസരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കെതിരെ, ദൈവത്തിൻ്റെ നീതിക്കെതിരെ അമോര്യരുടെ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അമോര്യർ ദുഷ്ടത പൂർത്തിയായി അവർക്ക് ശക്തമായ ദൈവത്തിൻ്റെ ശക്തമായ കരം വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിക്കാൻ കൂടിയാണ് 430 വർഷം വരെ, ആ ദിവസം പൂർത്തിയാകുന്നത് വരെ ദൈവം കാത്തിരുന്നത്. 1, 4-ാം തലമുറ പൂർത്തിയാകണം. 2, അമോര്യരുടെ ദുഷ്ടതയ്ക്ക് ഇതാ ദൈവം ശക്തനാണെന്നും ആ ദുഷ്ടതയെ കടിഞ്ഞാനിടണമെന്നും ദൈവം ആഗ്രഹിച്ചു. ഇതാ യഹൂദർ കാത്തിരുന്ന അബീബ് മാസം 14-ാം തീയതി കടന്നു വന്നിരിക്കുന്നു. അന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളിലും കുഞ്ഞാട് മുറിക്കപ്പെട്ടു. ഹിസോപ്പിൻ്റെ ഇലകൾ കൊണ്ട് അവരുടെ കട്ടിളപ്പടിയിൽ അടയാളത്തിനായി രക്തം പുരട്ടി. അന്ന് മോശ പറഞ്ഞു, രാത്രിയിൽ ആരും പുറത്തിറങ്ങരുത്. എല്ലാവരും വീടിനകത്ത് പ്രാർത്ഥനയിൽ കഴിഞ്ഞു. ഏകദേശം വെളുപ്പാങ്കാലം 3 മണിയോടുകൂടി ഈജിപ്തിലെ ജനങ്ങൾ തന്നെ വന്നു പറഞ്ഞു, ഇസ്രായേൽക്കാരോട് പറഞ്ഞു, പോ, ഞങ്ങളുടെ ദേശം വിട്ട്, ഞങ്ങളെ വിട്ട് നിങ്ങൾ പുറത്തു പോ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ദൈവം ഇടയാക്കി. വലിയ അലമുറകൾ, വലിയ നിലവിളികൾ രാജകൊട്ടാരം മുതൽ കുടിലുകൾ വരെ നടന്നു. അവരുടെ ആദിജാതന്മാരെ കർത്താവിൻ്റെ ദൂതന്മാർ കയറിയിറങ്ങി കൊല്ലുകയായിരുന്നു. സ്തോത്രം. ജനങ്ങൾ തന്നെ ഈ അടിമകളാക്കി വെച്ചവരെ പറഞ്ഞു വിടുകയും അവർക്ക് സ്വത്തുക്കളും മുതലുകളും ആവശ്യത്തിലധികമായി കൊടുത്ത് അവർ ലക്ഷക്കണക്കിന് 6 ലക്ഷം പുരുഷന്മാരോടുകൂടി അവർ പുറത്തേക്ക് വരുമ്പോൾ അബ്രാമിനോട് ദൈവം പറഞ്ഞ വാക്കാണ് അവിടെ നിവൃത്തിയായത്. അനേകം സമ്പത്തോടുകൂടി 400 കൊല്ലം കഴിയുമ്പോൾ നിന്റെ മക്കളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. സ്തോത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായി നിൽക്കുന്ന ഏതൊരു പിതാവിനോടും ദൈവം വാഗ്ദാനം ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായി നിൽക്കുന്ന ഏതൊരു ദൈവദാസനോടും ദൈവം വാഗ്ദാനം ചെയ്യും. നിന്റെ തലമുറയെ ഞാൻ ഓർക്കും, അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്ന ദൈവമായിരിക്കും. കൃത്യം
ഏകദേശം വെളുപ്പാങ്കാലം 3 മണിയോടുകൂടി ഇസ്രായേൽ ജനം യാത്ര തുടങ്ങി. വെളുപ്പാങ്കാലം 3 മണിയോടുകൂടി യാത്ര ചെയ്തു. അവർ സന്തോഷത്തോടെ അവർ യാത്ര ചെയ്തു. അതായത് വെള്ളിയാഴ്ച പെസഹ കുഞ്ഞാട് മുറിക്കപ്പെടുന്നു, ശനിയാഴ്ച പുറപ്പാട് തുടങ്ങുന്നു. ദൈവം ഈ സംഭവങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഒരു വാക്ക് കൊടുത്തു, അവർക്കൊരു കൽപ്പന കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ തരുന്ന ദേശത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ പെസഹ ആഘോഷിക്കേണ്ട രീതികൾ പറഞ്ഞു തരാം. അത് ഇപ്രകാരമാണ്. അതായത് നിസാം മാസം, അതായത് അന്നത്തെ അബീബ് മാസം 14 ദിവസം തുടങ്ങുന്ന അന്ന് മഹാസമ്മേളനം വിളിച്ചു കൂട്ടണം. വെള്ളിയാഴ്ച. ശനിയാഴ്ച മുതൽ പുളിപ്പില്ലാത്ത അപ്പം മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് യഹൂദന്മാർ പെസഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ പെസഹ തിരുനാളാണ് യഹൂദർ ഇന്നും ആഘോഷിക്കുന്നത്. ഇന്ന് യഹൂദർ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ വരെ അവർ ആ പെസഹ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, 10 ദിവസം വരെയെങ്കിലും. നമ്മുടെ ക്രിസ്ത്യാനികളുടെ കണക്കെടുത്താൽ ദുഃഖവെള്ളിയാഴ്ച മുതൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര് മസ്സ എന്നു പേരുള്ള മന്ന എന്നർത്ഥമുള്ള ഒരു തരം പുളിപ്പോ എരിവോ ഇല്ലാത്ത ഒരു അപ്പക്കഷ്ണം, ചുട്ടെടുത്ത അപ്പക്കഷ്ണമാണ് അവർ കഴിക്കുന്നത് ഈ ദിവസങ്ങളിൽ. യഹൂദന്മാർ ഇന്ന് പെസഹ ആഘോഷിക്കുന്നുണ്ട്. പെസഹ തിരുനാൾ എന്ന് ക്രിസ്ത്യാനികൾ ആണ് വിളിക്കുന്നതെങ്കിലും യഹൂദന്മാർ ഈ ഫെസ്റ്റിവലിനെ പാസ്ഓവർ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അതായത് വിമോചനത്തിൻ്റെ, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ ഫെസ്റ്റിവൽ ആയിട്ടാണ് അവരതിനെ കണക്കുകൂട്ടുന്നത്. പാസ്ഓവർ ഫെസ്റ്റിവലിൻ്റെ തീയതിയും കണക്കുകളും എങ്ങനെയാണ് അത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അന്ന് അബീബ് മാസം 14-ാം തീയതി എന്നുള്ള എബ്രായക്കാരുടെ മതപരമായ കലണ്ടറിൽ നോക്കി ഗിഗോറിയസ് അവർ പുതിയൊരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടറിലെ നിസാം മാസം 14-ാമത്തെ ദിവസം വെച്ചാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പം നിസാം മാസം 14-ാമത്തെ ദിവസം, അതായത് ഗിഗോറിയസിൻ്റെ കലണ്ടറിൻ്റെ കണക്കനുസരിച്ച് നിസാം മാസം 14-ാം ദിവസം എത്തുമ്പോൾ നമ്മുടെ ഏപ്രിൽ മാർച്ച് ദിവസങ്ങളുടെ കണക്കിൽ വരും. അങ്ങനെയാണ് നമ്മൾ ഈ പെസഹയുടെ ഡേറ്റ് കണക്കെടുക്കുന്നത്. നിസാം മാസത്തെ 14-ാമത്തെ ദിവസം എന്നാണോ ആ കാൽക്കുലേഷൻ വെച്ചാണ് നമ്മൾ മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് ദുഃഖവെള്ളിയും പെസഹയും ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ജൂലിയൻ കലണ്ടറും ഗ്രിഗോറിയസ് കലണ്ടറും തമ്മിൽ ചില ദിവസങ്ങൾ 9 ദിവസത്തെ വ്യത്യാസം, ചിലത് 10 ദിവസത്തെ വ്യത്യാസം, ഏകദേശം 15 ദിവസത്തെ വ്യത്യാസം വരെ വരുന്നുണ്ട്. എന്നാൽ കൃത്യമായ കണക്ക് ഗ്രിഗോറിയസിൻ്റെ കലണ്ടറിൽ നിന്നാണ്. ഗ്രിഗോറിയസിൻ്റെ കലണ്ടറിലെ നിസാം മാസം 14-ാമത്തെ ദിവസമാണ് കൃത്യമായ കണക്ക് കൊണ്ടിരിക്കുന്നത്. ആ കണക്ക് വെച്ചാണ് അമേരിക്ക, കാനഡ, ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ, ഇംഗ്ലണ്ടിലുള്ള ക്രിസ്ത്യാനികൾ സകലരും ഈ കലണ്ടറിലെ കണക്ക് വെച്ചാണ് പെസഹയും ഈസ്റ്ററും കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏപ്രിൽ മാസമോ അല്ലെങ്കിൽ മാർച്ച് മാസമോ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ നിസാം മാസം 14-ാം ദിവസം പൂർണ്ണ ചന്ദ്രൻ്റെ ദിവസമായിരിക്കും. ആ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുപോകുന്നത്. ഈ ദിവസങ്ങൾക്ക് മുമ്പെല്ലാം അവർ, ഇന്നത്തെ കാലത്തും അന്നും ഈ ദിവസങ്ങൾക്ക് മുമ്പെല്ലാം അവർ വീട് ക്ലീൻ ചെയ്യുകയും പാത്രങ്ങൾ, തടി കൊണ്ടുള്ള കരണ്ടി, തുണി, പേപ്പർ പ്ലേറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഇന്ന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വീടുകൾ ക്ലീൻ ചെയ്യുന്നതിന് ആത്മീയമായ ഒരു അർത്ഥമാണ്. വീടുകൾ ക്ലീൻ ചെയ്യുന്നത് വഴിയായി അവരുദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഭക്തി, ആത്മീയതയുടെ കുറവ്,
ആത്മീയതയിൽ കടന്നുകൂടിയ അഴുക്കുകൾ അത് ക്ലീൻ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് അവർ താമസിക്കുന്ന ഭവനത്തെ അവർ ക്ലീൻ ചെയ്ത് ആ അർത്ഥം, പ്രതീകാത്മകമായ ആ അർത്ഥം നിവർത്തീകരിക്കുന്നത്. അന്ന് യേശുവിൻ്റെ കാലത്തും ഈ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തും അപ്രകാരം എല്ലാ യഹൂദരും വീടുകൾ ക്ലീൻ ചെയ്യുമായിരുന്നു. ഈ പെസക എല്ലാം ഒരു നിഴലായിരുന്നു. ഇപ്പോൾ യഹൂദന്മാർ ഈ ആഘോഷിക്കുന്ന ഈ പെസക, ഈ പാസ് ഓവർ, ഇതെല്ലാം ഒന്നിൻ്റെ നിഴൽ. യേശുക്രിസ്തുവാകുന്ന പെസക കുഞ്ഞാട് മുറിക്കപ്പെടുന്നതിൻ്റെ നിഴലായിരുന്നു ഇത്. ഇനി യേശുവിൻ്റെ കാലത്തേക്കുള്ള പെസകയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജെറുസലേം ദേവാലയം പണിതതിനു ശേഷം ദൈവത്തിൻ്റെ ശക്തിയേറിയ കൽപ്പനയായിരുന്നു, ഏതൊരു യഹൂദൻ ഏതൊക്കെ നാട്ടിൽ എവിടെല്ലാം പരദേശിയായിട്ടുണ്ടെങ്കിലും അവൻ പെസകയുടെ ദിവസം ജെറുസലേമിൽ എത്തിയിരിക്കണം. ആയതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് ഇതേ നിയമം പാലിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. യഹൂദന്മാരെല്ലാം പെസഹായ്ക്ക് മുമ്പത്തെ ദിവസങ്ങൾ, മുമ്പത്തെ ആഴ്ചകളിലും മുമ്പത്തെ മാസങ്ങളിൽ തന്നെ ഗലീലയിലും നസറത്തും നഫ്താലിയിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഒരു മാസത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ജെറുസലേം മുഴുവനും വന്ന് താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പള്ളിക്ക് ചുറ്റും അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമുള്ള ചർച്ചക്കാരുടെ അടുത്തൊക്കെ വന്ന് താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ നസറത്തിലുകാരനായ യേശുവും ശിഷ്യന്മാരും ഈ സമയത്ത് എവിടെയാണ് വന്നത് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ആദ്യമേ നമുക്ക് കണ്ടെത്തേണ്ടത്, ഇതിനു മുമ്പ് അവർക്കൊരു ആഘോഷമുണ്ട്. ആ ആഘോഷത്തെ അവരൊരു വലിയൊരു വിരുന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഇതിനു മുമ്പ്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിനെ യഹൂദന്മാർ ആ വിരുന്നിനെ ജനാബത്ത് അത്താഴം എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇറക്കിയിരിക്കുന്ന കൃഷികളിൽ നിന്നും എല്ലാ വിളവുകളും ശേഖരിച്ച് അവർ ആപ്പിളും മുന്തിരിയും തേനും എല്ലാം കൂടെ ചേർത്തൊരു പാനീയം ഉണ്ടാക്കുക, പല ബാർലി വെച്ചുകൊണ്ടൊരു പാനീയം, അങ്ങനെ പല ഫുഡുകൾ, അതായത് കൃഷിയിൽ നിന്ന് തന്നെ ഒരു 10-20 പരം ഫുഡുകൾ അവരുണ്ടാക്കുക. അതുപോലെ തന്നെ മാംസ ആഹാരങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആൾക്കാരെയെല്ലാം വിളിച്ച്, തങ്ങളുടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ, സകലരെയും വിളിച്ച് വിരുന്ന് കൊടുക്കുക. ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുക, മതിയാവോളം കൊടുക്കുക, മാക്സിമം കൊടുക്കുക. വിരുന്ന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അതിനെയാണ് അവർ ജനാബത്ത് അത്താഴം എന്ന് പറയുന്നത്. ഈ ജനാബത്ത് അത്താഴം കൊടുക്കാൻ എല്ലാവരും തയ്യാറാകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പട്ടിണി അടയ്ക്കുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്ത അവരെ ദൈവം കുഞ്ഞാടിനെ അർപ്പിച്ച്, കുഞ്ഞാടാകുന്ന പെസഹ ബലി അർപ്പിച്ച് അവരെ വിടുതലിലേക്കും സമ്പത്തിലേക്കും കൊണ്ടുവന്നു. അന്നത്തെ ഓർമ്മയാണ്. യഥേഷ്ടം ഭക്ഷണം കൊടുക്കുക. ദൈവം ഞങ്ങളെ തൊട്ടു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾ ഒരു കാലത്ത് അടിമകളായി കിടന്നതാ, പട്ടിണി കിടന്നതാ, ധാരാളമായി അനുഗ്രഹിച്ചു എന്നർത്ഥം കാണിക്കുന്ന ജനാബത്ത് അത്താഴം എല്ലാവർക്കും ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുക. ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ജെറുസലേമിൽ പെസഹ ആചരിക്കുവാനായി കടന്നു വരുന്നു. അവ ജനാബത്ത് അത്താഴം ഞാൻ നോക്കിയിട്ട് എൻ്റെ കണ്ടെത്തൽ ജനാബത്ത് അത്താഴം യേശു കഴിച്ചതായി ഞാൻ കാണുന്നത് മാർത്താ മറിയത്തിൻ്റെ വീട്ടിലാണ്. അതായത് മാർത്താ മറിയത്തിൻ്റെ വീട്ടിൽ യേശു വരുന്നു. എപ്പോഴാണ് യേശു മാർത്താ മറിയത്തിൻ്റെ വീട്ടിൽ ഈ പെസഹ അർപ്പിക്കാനായിട്ടുള്ള യാത്രയിൽ ബെഥാനിയയിലുള്ള മാർത്താ മറിയത്തിൻ്റെ വീട്ടിലിരുന്നാണ് യേശു ജനാബത്ത് അത്താഴം കഴിക്കുന്നത്. അവരാണ് യേശുവിന് വിരുന്ന് കൊടുക്കുന്നത്. അവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ജനാബത്ത് ഒരുക്കുന്നത്. അപ്പോൾ എന്നാണ് മാർത്തയുടെ വീട്ടിൽ യേശു എത്തിയിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസമായ ശനിയാഴ്ചയാണ് മാർത്താ മറിയത്തിൻ്റെ വീട്ടിൽ യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്.
അവിടെ നിന്നാണ് അവൻ വിഭവസമൃദ്ധമായ ആ സാബത്ത് ദിവസം ആഹാരം ധാരാളമായി ഭക്ഷണത്തിന് വേണ്ടി ധാരാളമായി ജനാപത്ത് ചെയ്യുന്ന ആ ദിവസം. അന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു. അന്ന് സാബത്താണെങ്കിലും കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. മാക്സിമം അവർക്ക് എത്ര വേണമെങ്കിലും, അതും പ്രത്യേകിച്ച് ജനാപത്താണെങ്കിൽ മാക്സിമം ആഹാരം ഉണ്ടാക്കുന്നതിൽ യഹൂദന്മാർ ശ്രദ്ധ വെച്ചിരുന്നു. മറ്റ് ജോലികളൊന്നും അവർ ചെയ്യില്ല. കഴിക്കാനുള്ള ആഹാരം അവരുണ്ടാക്കുമായിരുന്നു. യേശു ശിഷ്യന്മാരും ജനാപത്ത് കഴിച്ചതിന് ശേഷം യേശു കിടക്കുന്ന സമയത്താണ് മറിയമെന്ന് സുഗന്ധ തൈലമൊഴിച്ച് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്നു. അവൻ്റെ തലമുടിയിൽ സുഗന്ധ തൈലം പുരട്ടുന്നു. ശിഷ്യന്മാരിലോ ഒരുവനായ യൂദാസ്കറിയാത്ത, അയ്യോ ഇത് വിറ്റിരുന്നെങ്കിൽ എത്ര പണം കിട്ടിയനെ. യേശു പറയുന്നു, എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഞാനിത് പരിഗണിച്ചോളാം എന്ന് യേശു പറയുന്നതെല്ലാം ഈ ദിവസമാണ്. ഈ ദിവസം, അതായത് ഇനി 6 ദിവസവും കൂടെ യേശുവിന് ഭൂമിയിൽ ജീവിക്കാൻ, ശരീരത്തിൽ തുടരാൻ അനുവാദമുണ്ട്. 6 ദിവസത്തിന് മുമ്പാണ് ഇത് നടക്കുന്നത്. 6 ദിവസം കഴിഞ്ഞാൽ യേശു ആകുന്ന കുഞ്ഞാടിൻ്റെ പെസഹ തുടങ്ങുകയാണ്. യഹൂദന്മാർ ആഴ്ചകൾക്ക് മുമ്പ് ജെറുസലേമിൽ താമസിക്കുന്നത് അവരവരെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരവരെ തന്നെ വിശുദ്ധീകരിച്ച് മനസ്സും ശരീരവും വിശുദ്ധീകരിച്ചതിന് ശേഷമേ അവർ പെസഹ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. യേശു ക്രിസ്തു തന്നെ ജനത്തിന് സമർപ്പിക്കാൻ വേണ്ടി മുൻകൂട്ടി പെസഹായ്ക്ക് പോയി. താൻ സ്നേഹിച്ചിരുന്നവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് ശിഷ്യൻ പഠിപ്പിക്കുന്നു. യോഹന്നാൻ പറയുന്നു, ബെഥനിയായിലുള്ള ലാസറിനെയും മാർത്തയും മറിയത്തെ സ്നേഹിച്ചു. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. താൻ കാണാൻ ആഗ്രഹിച്ച പലരെയും അവിടുന്ന് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹം അവിടുന്ന് കൊടുത്തു. വരുന്ന വഴിയിൽ ശിഷ്യർക്ക് അവിടുന്ന് പ്രവചനം കൊടുക്കുന്നു. നമ്മൾ പെസഹ ബലി അർപ്പിക്കാനായി ഈ ജനമെല്ലാം ഒത്തുകൂടുന്ന ജെറുസലേം ദേവാലയം കല്ലുമേൽ കല്ല് പോലും കാണുകയില്ല. ഇതെല്ലാം 5-ാമത്തെ ദിവസമാണ് ഈ പ്രവചനം യേശു പറയുന്നത്. നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ ഭ്രാന്തന്മാരെന്ന് വിളിക്കും. എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. എന്നെ കരയിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും കരയിപ്പിക്കും. നിങ്ങൾ ഓടിത്തീർക്കത്തില്ല. അത്രമാത്രം കൊടും പീഡനങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. സുവിശേഷത്തെ പ്രതി എന്തുമാത്രം കഷ്ടതകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. ആകാശവും ഭൂമിയും ഉണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ആകാശത്തിലും ഭൂമിയിലും സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചെല്ലാം അവർ ബെഥനിയ മുതൽ ജെറുസലേമിലേക്ക് നടക്കുന്ന സമയത്ത് ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് മറ്റൊരു കാര്യം നടക്കുകയാണ്. ബെഥനിയയിലുള്ള മാർത്ത മറിയത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പിറ്റേ ദിവസം ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് ജെറുസലേമിലോട്ട് അടുക്കുന്ന സമയമെത്തിയപ്പോൾ ജനങ്ങൾ ഓടിക്കൂടി. യേശു വരുന്നുണ്ടേ എന്ന് അവരറിയുന്നില്ല. ഈ വരുന്നതാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാടെന്ന് അറിയുന്നില്ല. ജനങ്ങൾ യേശുവിനെ കണ്ട് ഓടിക്കൂടി. അതിനു മുമ്പേ കർത്താവിൻ്റെ ശിഷ്യർ പോയി കർത്താവിൻ്റെ പ്രവചനമനുസരിച്ച് ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. കർത്താവ് ആ കഴുതക്കുട്ടിയുടെ മുകളിൽ കയറിയിരുന്നു. അതൊരു ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഓർത്തുകൊള്ളുക, ഇതാ ലാസറിൻ്റെ മാർത്ത മറിയത്തിൻ്റെ വീട്ടിൽ ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ മുകളിൽ കയറി ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. ജനങ്ങളെല്ലാം ഓശാന പാടുന്നു. ജനങ്ങളെല്ലാം ആർപ്പ് വിളിക്കുന്നു. ഒരു സൈഡിൽ പരിസയർ, ജനപ്രമാണികൾ പറയുന്നു, ലോകം മുഴുവൻ അവൻ്റെ പുറകെ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ലോകം മുഴുവൻ അവൻ്റെ പുറകെ പോകുന്നു. അവർ പറഞ്ഞ വാക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ യേശുവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീയും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്ഷയിൽ നിന്റെ കുടുംബവും പങ്കാളിയായി കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ പ്രശസ്തി ജെറുസലേം മുഴുവൻ നിറഞ്ഞു കവിയാൻ തുടങ്ങിയപ്പോൾ ഗ്രീക്കുകാർ ഇതറിയാൻ തുടങ്ങി. ഗ്രീക്കുകാർ ഫിലിപ്പോസിനെ രഹസ്യമായി ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരണം, ഞങ്ങൾക്കും അവനെ ഒന്ന് കാണണം.
അത്രമാത്രം പ്രശസ്തി. ഗ്രീക്കുകാരിലെ സമ്പന്നന്മാർ യേശുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഫിലിപ്പോസ്, അന്ത്രയോസ് വന്ന് യേശുവിനോട് പറഞ്ഞു, അങ്ങയെ കാണാൻ ഗ്രീക്കുകാർ പോലും, ഈ ജെറുസലേമിലുള്ള ഗ്രീക്കുകാർ പോലും അന്വേഷിക്കുന്നു. യേശു അതിൽ പൊങ്ങച്ചം കാണിക്കാൻ നിന്നില്ല. യേശു അതിൽ ഉയരണമെന്ന് ആഗ്രഹിക്കാൻ, തൻ്റെ മനസ്സിനെ അതിൽ സന്തോഷിപ്പിക്കാൻ യേശു വിട്ടുകൊടുത്തില്ല. യേശു അപ്പോഴാണ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അതൊരിക്കലും ഫലം പ്രകടിപ്പിക്കുകയില്ല. അപ്പോഴാണ് പറഞ്ഞത്, തന്നെ കാണുവാൻ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ ആദരിക്കുന്ന ഗ്രീക്കുകാർ, സമ്പന്നന്മാർ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിലത്ത് വീണ് അഴുകാനുള്ളവനാണ്. അവരെ കാണാൻ യേശു തയ്യാറായില്ല. അവൻ രഹസ്യമായി പോയി പാർത്തു. ആരെയും കാണാതെ അവൻ അഴുകാനുള്ളവനാണ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അഴുകാനുള്ളവനാണ്. നിങ്ങളുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രോഗിയായി ഐസിയുവിൽ കിടക്കുമ്പോൾ യേശുവേ എന്ന് അവൻ്റെ നാമം വിളിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കണമെങ്കിൽ അവൻ ഇപ്പോൾ അഴുകിയേ പറ്റത്തുള്ളൂ. അവൻ്റെ രക്തത്താൽ മാത്രമേ അവിടെ വിടുതലുള്ളൂ. അതുകൊണ്ട് അവൻ രഹസ്യമായി പാർക്കാൻ തയ്യാറായി. യേശു എന്നിട്ട് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, എന്നെ പ്രതി നിങ്ങൾ സ്വന്തം ജീവനെ ബലി കൊടുത്താൽ നിങ്ങളത് കണ്ടെത്തും. എന്നെ പ്രതി കഷ്ടത സഹിച്ചാൽ നിങ്ങളത് നേടും. കാരണം ഞാനായിരിക്കുന്നിടത്ത് അപ്പോൾ നിങ്ങളും ആയിരിക്കും. ഞാൻ എന്തൊക്കെ ചെയ്തോ അത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. ഞാൻ സഹിച്ച സഹനങ്ങൾ, ഞാനേറ്റ അപമാനങ്ങൾ നീ സ്വയം ഏൽക്കാൻ തയ്യാറായാൽ ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യും. എൻ്റെ പിതാവ് നിങ്ങളെ ബഹുമാനിക്കുമെന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത് ആ സമയത്താണ്. മാർത്താ മറിയത്തിൻ്റെ അവിടെ താമസിച്ച ശനിയാഴ്ചയ്ക്ക് ശേഷം യേശു ജെറുസലേമിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ കുറേ അത്ഭുതങ്ങൾ ചെയ്തു. അവർ യേശുവിനെ വിമർശിക്കുകയും ചെയ്തു. കാരണം ആ ആഴ്ചകളെല്ലാം അവൻ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങാൻ മാത്രമേ പിതാവ് അനുവദിച്ചുള്ളൂ. എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ട് പോലും അവർ പരിഹസിക്കുക മാത്രമേ ആ ദിവസങ്ങളിൽ ചെയ്തിരുന്നുള്ളൂ. അവർ കുറ്റപ്പെടുത്തുക മാത്രമേ ആ ദിവസങ്ങളിൽ ചെയ്തിരുന്നുള്ളൂ. യേശു അതിനുശേഷമാണ് രഹസ്യമായി, വേദനയോടെ രഹസ്യമായി താൻ പാർക്കാനായിട്ട് ഒരിടം കണ്ടെത്തിയത്. ഏകദേശം യേശു ഒരു 2-3 ദിവസത്തോളം മൗന പ്രാർത്ഥനയിലും മൗനവ്രതത്തിലും ചെലവഴിച്ചതിന് ശേഷം ഒരു വ്യാഴാഴ്ച ദിവസം പകൽ യേശു ശിഷ്യരിൽ 2 പേരെ വിളിച്ചത് യാക്കോബിനെയും യോഹന്നാനെയും. നിങ്ങൾ ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ എതിരെ ഒരു കുടം വെള്ളവുമായി ഒരുവൻ വരും, അവൻ്റെ പുറകെ പോയിക്കൊള്ളുക. പറഞ്ഞതുപോലെ തന്നെ അവർ അവൻ്റെ പുറകെ നടന്നു. അവൻ ഒരു വലിയൊരു വീട്ടിലേക്കാണ് ഒരു കുടം വെള്ളവുമായി പോയവൻ ചെന്ന് കയറിയത്. ഇവരും പുറകെ കയറി. ആ വീട്ടുടമസ്ഥൻ്റെ പേര് മാർക്കോസ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുവിന് പെസഹ ഭക്ഷിക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെ തരണമെന്ന് ഗുരു ആവശ്യപ്പെടുന്നു. മാർക്കോസ് സ്ഥലം കൊടുത്തു. ഗുരുവെ വന്നാലും. അങ്ങനെ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശുവും ശിഷ്യന്മാരും പെസഹ അർപ്പിക്കുന്നത് വ്യാഴാഴ്ചയാണ്. പെസഹയുടെ ഓർമ്മയ്ക്കായിട്ടല്ല യേശു ഇപ്പോൾ പെസഹ അർപ്പിക്കുന്നത്, മറിച്ച് പെസഹയുടെ പൂർത്തീകരണത്തിനായിട്ടാണ്. യേശു പറഞ്ഞു, യഥാർത്ഥ പെസഹ കുഞ്ഞാട് ഞാനാണ്, എൻ്റെ രക്തമാണ്. ഇന്നാദ്യമായി ഈ വ്യാഴാഴ്ച ദിവസം, അതായത് നാളെ യഹൂദന്മാരുടെ നാളെ യഹൂദന്മാരുടെ പെസഹ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ യേശു തൻ്റെ പെസഹ, താനാകുന്ന ശരീരവും രക്തവും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നു. ഇത് തുടക്കമാണ്. ലോകം മുഴുവനിലും ഈ പെസഹ ഇനി എത്താൻ പോവുകയാണ്. ലോകം മുഴുവനിലും ഈ പെസഹ എത്തിയിരിക്കും. അവിടെ വെച്ചാണ് ശിഷ്യരുടെ പാദങ്ങൾ യേശു കഴുകുന്നത്. കാരണം മാർക്കോസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മാർക്കോസിൻ്റെ അടിമകളോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ വരുന്നവരോ ഗുരുവിൻ്റെ പാദം കഴുകേണ്ടതാണ്, ശിഷ്യരുടെ പാദങ്ങൾ കഴുകേണ്ടതാണ്.
എന്നാൽ അപമാനം മാത്രം കൊടുക്കുകയാണ് ഈ ആഴ്ച. ഈ വീക്ക് മുഴുവനും, ഈ ആഴ്ചകൾ മുഴുവൻ യേശുവിന് യാതൊരു അംഗീകാരവും കൊടുക്കാൻ പിതാവ് അനുവദിച്ചില്ല. അവരുടെ പാദങ്ങൾ ആരും കഴുകില്ല. ശിഷ്യൻ ഗുരുവിൻ്റെ പാദം, പെസഹയാണ്, ഗുരുവിൻ്റെ പാദം കഴുകണം. ഒരു ശിഷ്യന്മാരും കഴിയില്ല. യേശു മുകളിൽ ചെന്നു. യേശു തന്നെ തൻ്റെ തുവാലരയിൽ കെട്ടി ശിഷ്യരുടെ പാദങ്ങൾ കഴുകാൻ ഇറങ്ങി. അതായത് ശുശ്രൂഷ കിട്ടേണ്ടവൻ ശുശ്രൂഷിക്കാൻ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു, ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയത്തുള്ളൂ. പെസഹ കഴിഞ്ഞ ആ ഭവനത്തിൽ യേശു ശിഷ്യന്മാർക്ക് നല്ലൊരു ക്ലാസ് എടുത്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അവിടെ വാസസ്ഥലമുണ്ടെന്നും ശുശ്രൂഷകളെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് യേശു ക്ലാസ് എടുത്തു. സമർപ്പണ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം വളരെ ടൈം എടുത്തു. യേശു മാർക്കോസിൻ്റെ മാളിക മുറിയിൽ വെച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. മൊത്തം ശിഷ്യരെക്കുറിച്ച് 2 പ്രവചനം. ഒന്ന്, പത്രോസ് തള്ളിപ്പറയും. 2, യൂദാസ് ഒറ്റിക്കൊടുക്കും. ഇതെല്ലാം ഈ പെസഹ അർപ്പിക്കുന്ന ഭവനത്തിൽ വെച്ചാണ് ഈശോ പറയുന്നത്. അത് കഴിഞ്ഞ് ഈശോയും ശിഷ്യന്മാരും ആ ഭവനത്തിൽ നിന്നുകൊണ്ട് ദൈവപിതാവിന് സ്തോത്രഗീതം അവർ പാടി. കാരണം ഈ നിമിഷം മുതൽ യേശു പെസഹ കുഞ്ഞാടായി കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്കറിയാം, ഇനി പഴയ നിയമത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാ പുറപ്പാടിൽ, ഇതാ നിസാം മാസം അല്ലെങ്കിൽ അബീബ് മാസം 14-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇതാ അവരെല്ലാവരും ആടിനെ കൊന്ന് അവർ രാത്രി മുഴുവനും വീടിൻ്റെ അകത്ത് ഭയഭക്തിയോടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. വെളുപ്പാങ്കാലത്തോടു കൂടിയാണ് അവരുടെ മോചനം തുടങ്ങുന്നത്. യേശുക്രിസ്തു രാത്രി മുഴുവൻ ശിഷ്യർക്ക് ദർശനങ്ങളും ശിഷ്യർക്ക് പ്രബോധനങ്ങളും വചനങ്ങളും നൽകി ഗെസ്തമിൻ്റെ താഴ്വരയിലേക്ക് പോകും. ഒലിവ് തോട്ടത്തിൽ ഗെസ്തമിൻ്റെ താഴ്വരയിലിരുന്ന് അവൻ വെളുപ്പാങ്കാലം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വെളുപ്പാങ്കാലത്ത് അന്ന് ഇസ്രായേലിന് മോചനം കൊടുക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് പെസഹ കുഞ്ഞാടിനെ ഇവിടെ പിടിക്കപ്പെടുന്നു. അന്ന് ഇസ്രായേൽ അവർ അതിവേഗത്തിൽ ഇതാ ചെങ്കടലിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പെസഹ കുഞ്ഞാടിനെയും കൊണ്ട് അതിവേഗത്തിൽ അവർ വിചാരണയ്ക്കായി നടക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ മുമ്പിൽ മോശയും ജനങ്ങളും നിൽക്കുമ്പോൾ ഫറവോന്റെ സൈന്യം പുറവിൽ അവരെ പിന്തുടരുമ്പോൾ ഫറവോന്റെ സൈന്യവും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നവരും മോശയെ ഒറ്റപ്പെടുത്തി മോശയെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും മോശയെ കൊല്ലുമെന്ന രീതിയിൽ മോശയുടെ നേരെ ജനങ്ങൾ കടിച്ചു കീറാൻ നിൽക്കുമ്പോൾ മോശയ്ക്ക് ഏക ആശ്രയം ദൈവം മാത്രം. ഇതൊരു നിഴല. പെസഹ കുഞ്ഞാടിനെ സ്വന്തം ജനവും പുരോഹിതരും പട്ടാളവും സകലരും എതിരെ നിന്നുകൊണ്ട് കടിച്ചു കീറാൻ നിൽക്കുമ്പോൾ യേശു ആ വെളുപ്പാങ്കാലത്ത് യഹോവയിൽ മാത്രം, പിതാവിൽ മാത്രം ആശ്രയം വെച്ച് മോശയെ പോലെ നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നു. രണ്ടും വിടുതലിൻ്റെ ദിനങ്ങളാണ്. ഒന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നാണെങ്കിൽ ഒന്ന് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ലോക ജനതയെ മുഴുവൻ വിടുവിക്കുന്ന ഒരേ സമയം മോശയെ പോലെ ഒരു പ്രവാചകൻ, ഒരേ സമയം കുഞ്ഞാടിന് പകരമായി നിൽക്കുന്ന പെസഹ കുഞ്ഞാട്, ഒരേ സമയം ബലിയർപ്പകനും ഒരേ സമയം ബലി അർപ്പണ വസ്തുവും ഒരേ സമയം പ്രവാചകനുമായി യേശു ഇതാ കയ്യപ്പാസിൻ്റെയും പീലാത്തോസിൻ്റെയും മുമ്പിൽ നിൽക്കുന്നു. അവർ യേശുവിനെ കാൽവരി മലയിൽ അവർ കൊണ്ടുപോവുകയും കാൽവരി മലയിൽ വെച്ച് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുകയും ചെയ്യുന്നു. യേശു
മരിക്കുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നു. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപരിച്ചു. പുറപ്പാട് പുസ്തകത്തിലും മോശ ജനത്തോട് പറഞ്ഞു, സൂര്യൻ്റെ അസ്തമനത്തിന് ശേഷമേ പെസഹ കുഞ്ഞാട് അറക്കപ്പെടാൻ പാടുള്ളൂ. ഇതാ, പെസഹ കുഞ്ഞാട് കാൽവരി മലയിൽ അറക്കപ്പെട്ടപ്പോൾ സൂര്യൻ അന്ധകാരത്തിലായി. പഴയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപരിച്ചു. സൂര്യനില്ല. കാരണം യഥാർത്ഥ പെസഹ പെരുന്നാൾ കാൽവരി മലയിൽ നടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തു അന്ന് മരിച്ചു. അന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം തൂങ്ങിക്കിടക്കാൻ പാടില്ല എന്ന് യഹൂദർ പറയാൻ കാരണം, പെസഹ തിരുനാൾ തുടങ്ങുന്നത് വെള്ളിയാഴ്ചത്തെ മഹാദിവസം എന്ന് വിളിക്കപ്പെടും. ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന അടുത്ത ശനിയാഴ്ചയും മഹാദിവസം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പെസഹ പെരുന്നാൾ തുടങ്ങുന്ന ദിവസവും 8-ാം ദിവസവും മഹാപെരുന്നാളാണ്. അന്ന് മഹാസമ്മേളനം വിളിച്ചു കൂട്ടണം. തുടങ്ങുന്നതിൻ്റെ അന്നത്തെ രാത്രിയിൽ ആരും കടന്നുറങ്ങുകയില്ല. എല്ലാവരും ഉറക്കം മുളച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയും പാട്ട് പാടുകയും ചെയ്യണം. ഈ ദിവസമാണ്, അതായത് ഇസ്രായേൽക്കാർ മുഴുവൻ ഉറക്കം മുളച്ച് കിടക്കുന്ന ദിവസമാണ് യേശു ക്രിസ്തു ഉറക്കം മുളച്ചിരിക്കേണ്ട ദിവസം. ആ ദിവസമാണ് മഹാസമ്മേളനം വിളിച്ചു കൂട്ടേണ്ട ദിവസം. ആ ദിവസമാണ് യേശുവിനെ കാൽവരി മലയിൽ തറയ്ക്കുന്നത്. തറച്ചു കഴിഞ്ഞ് അന്ന് 3 മണിക്ക് തറയ്ക്കുന്നു. അന്ന് 6 മണി മുതൽ അവരുടെ ആഘോഷം സ്റ്റാർട്ട് ചെയ്യുക, മഹാസമ്മേളനം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ 6 മണിക്ക് മഹാസമ്മേളനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ പോകുമ്പോൾ ഇവിടെ യഹൂദൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുന്നത് അവർക്ക് അശുദ്ധമാണ്. അവർക്ക് മഹാസമ്മേളനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാൽവരി മലയിൽ ഡെഡ് ബോഡി കിടക്കുന്നത് അത് അവർക്ക് അശുദ്ധമാണ്, അത് കിടക്കാൻ പാടില്ല. ആയതുകൊണ്ട് അവർ ചെന്നിട്ട് കുരിശിൽ നിന്ന് ബോഡി താഴെ ഇറക്കണമെന്നും മരിച്ചിട്ടില്ലാത്തവരെ കൊല്ലണമെന്നും അവർ ഓർഡർ എടുത്തതിൻ്റെ കാരണം അതാണ്. അങ്ങനെയാണ് 2 കള്ളന്മാർ മരിക്കാഞ്ഞത് കാരണം അവരുടെ കണങ്കാൽ തല്ലി തകർക്കുകയും, എന്നാൽ യേശു നേരത്തെ മരിച്ചതുകൊണ്ട് യേശുവിൻ്റെ കണങ്കാൽ തല്ലാതിരിക്കുകയും ചെയ്തത്. കാരണം കുഞ്ഞാട് ഊനമറ്റതാകാൻ പാടില്ല, കുഞ്ഞാടിൻ്റെ കണങ്കാൽ തല്ലാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടാണ് യേശുവിൻ്റെ കണങ്കാൽ തല്ലാൻ പിതാവ് അനുവദിക്കാതിരുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. അന്ന് രാത്രി തന്നെ യേശുവിനെ അടക്കം ചെയ്യുന്നു. പിന്നെ 3-ാം ദിവസമാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ അതേ അർത്ഥം തന്നെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മോശ ചെങ്കടൽ കടത്തി ഇസ്രായേലിനെ മറുകരയിൽ എത്തിച്ചിട്ട് 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. 3-ാം ദിവസം മാറ എന്ന പേരുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെയുള്ള ഉറവ, മാറയിലെ ഉറവ കയ്പുള്ളതായിരുന്നു. ദൈവത്തോട് മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ പറഞ്ഞു, ഒരു തടിക്കഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അകത്തോട്ടിടാൻ പറഞ്ഞു. അപ്പോൾ മാറ മധുരമായി. 3 ദിവസം ഇസ്രായേൽ യഹൂദന്മാർക്ക് വെള്ളം കൊടുക്കാതിരുന്നത് യേശുവിൻ്റെ 3 ദിവസത്തെ വേർപാടിനെയാണ് കാണിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പിടിക്കപ്പെടുന്നു. വെള്ളിയാഴ്ച സൂര്യൻ ഭൂമിയിൽ ഇരുണ്ട് നിൽക്കുമ്പോൾ യേശുക്രിസ്തു അർപ്പണം നടത്തുന്നു. പുറപ്പാട് പുസ്തകത്തിൽ വെള്ളിയാഴ്ച ദിവസമാണ് നിസാം മാസം 14. അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയം പെസഹ അർപ്പിക്കപ്പെടുന്നു. ഒരേ ദിവസം തന്നെയാണ്. യഹൂദന്മാരുടെ വിടുതലിൻ്റെ അതേ ദിവസം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണം. യഥാർത്ഥ പെസഹ നിസാം മാസം 14, അബീബ് മാസം 14. ആ ദിവസം തന്നെ യേശുക്രിസ്തു കാൽവരി മലയിൽ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം നടത്തി. ചരിത്രം കറക്റ്റായി പറയുമ്പോൾ ഓർത്തുകൊള്ളുക, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ യേശുവിൽ വിശ്വസിക്കൂ. കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. പെസഹ കുഞ്ഞാടിൽ വിശ്വസിക്കൂ. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. ചരിത്രങ്ങളിൽ പോലും വള്ളിക്കോ പുള്ളിക്കോ തെറ്റില്ലാതെ കറക്റ്റായി നടന്നുവെങ്കിൽ ഒന്നറിയുക, യേശുവാണ് യഥാർത്ഥ ദൈവം. മറ്റൊരാടിനെ മുറിക്കപ്പെടേണ്ട കാര്യമില്ല, മറ്റൊരു കോഴിയെയും കൊല്ലേണ്ട കാര്യമില്ല. യഥാർത്ഥ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ആടിൻ്റെ ആവശ്യം നമുക്കില്ല. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.